ഒരു തിയറത്തോടു കൂടിയാണ് നമ്മൾ അവസാനിപ്പിച്ചത് അല്ലേ. ആർ ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആണെങ്കിൽ M is a maximal ideal. M is a maximal ideal if and only if R by M is a field. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്തത് അല്ലേ. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ ആലോചിച്ച് നമുക്ക് അറിയാൻ പറ്റും പി സെഡുകൾ. ഓക്കെ, അപ്പോൾ സെറ്റ് കോഷ്യൻ പി സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസോമോർഫിക് ടു ആരാ, സെഡ് പി ആണ്. സെഡ് പി എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്. വേർ പി ഈസ് എ പ്രൈം നമ്പർ, പ്രൈം പി എന്താണെന്നറിയാം, ഫീൽഡാണെന്നറിയാം. ദാറ്റ് മീൻസ് പി സെഡ് എന്തായി മാറും, പി സെഡ് ഈസ് എ മാക്സിമൽ ഐഡിയൽ ഓഫ് സെഡ്. മാക്സിമൽ ഐഡിയൽ ഓഫ് സെറ്റ്. സോ നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റിയത് എങ്ങനെയാണ് ഒരു മാക്സിമൽ ഐഡിയൽ ഇരിക്കുക എന്നുള്ളത് അല്ലേ. പി സെഡ് എന്നുള്ള ഫോർമാറ്റിലാണ് സെഡിൻ്റെ മാക്സിമൽ ഐഡിയൽ ഇരിക്കുക എന്ന് മനസ്സിലായി അല്ലേ. ഇനി എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി കണ്ടു. Z6ൻ്റെ സിംഗിൾട്ടൺ 0,3 വെച്ച് ഐഡിയൽ ആയിരുന്നു. Z6 കോഷ്യൻ്റ് സിംഗിൾട്ടൺ 0,3 ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, ഐസോമോർഫിക് ടു ആരാന്ന് കിട്ടിയത്, Z3 ആണ് കിട്ടിയത്. Z3 ഒരു ഫീൽഡാണ്. ദാറ്റ് ഈസ് സിംഗിൾട്ടൺ സെറ്റ് 0,3 എന്ന് പറയുന്നത് ഒരു മാക്സിമൽ ഐഡിയലാണ്. ആരുടെ മാക്സിമൽ ഐഡിയൽ ഓഫ് Z6. ഓക്കെ, അതുപോലെ തന്നെ Z6ന് വേറൊരു ഐഡിയൽ കൂടി ഉണ്ട്. 0,2,4 വെച്ച് ചെയ്യുകയാണെങ്കിൽ ഉണ്ടാവാൻ പോകണം നമുക്ക് Z6 കോഷ്യൻ്റ് 0,2,4 എന്ന് പറയുന്നത് ഐസോമോർഫിക് ടു Z2 ആണ് വരാൻ പോകുന്നത്. ഇതൊരു ഫീൽഡാണ്. സോ ദിസ് ഈസ് ആൾസോ എ മാക്സിമൽ ഐഡിയൽ. ഓക്കെ, നമുക്കെന്താ പറയാം, Z by NZ is isomorphic to Zn and Zn is a field if and only if n is a prime P. So we see that the maximal ideals of Z are precisely the ideal Pz which is prime and positive integer P. അല്ലേ. അടുത്ത കുറവ് എന്താ, a commutative ring with unity is a field if and only if it has no proper non-trivial ideals. അപ്പോൾ ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി എന്താണെന്ന് പറയുന്നത്, നമ്മൾ അത് ഫീൽഡ് ആവണമെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്താ പറയുന്നത്, ഇറ്റ് ഹാസ് നോ പ്രോപ്പർ നോൺ ട്രിവിയൽ ഐഡിയൽസ്. ഓക്കെ, എന്താ കാര്യം, ആൾറെഡി നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. 27.6 പ്രകാരം പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് എന്ത്, ദ ഫീൽഡ് ഹാസ് നോ പ്രോപ്പർ നോൺ ട്രിവിയൽ ഐഡിയൽസ് എന്നാണ് നമ്മൾ ഷോ ഉദ്ദേശിക്കുന്നത് അല്ലേ. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്, വൺ സൈഡോ ക്ലിയർ ആണെന്ത്, ഫീൽഡാണെന്ന് വിചാരിക്കുക. ഫീൽഡ് ആണെങ്കിൽ എന്താ, ഈ സൈഡ് ആൾറെഡി ട്രൂ ആണ് അല്ലേ. ഇറ്റ് ഹാസ് നോ പ്രോപ്പർ നോൺ ട്രിവിയൽ ഐഡിയൽസ് അല്ലേ. 27.6 നമ്മൾ ആൾറെഡി പ്രൂവ് ചെയ്ത കാര്യമാണ് എന്ത്, 27.6 നമ്മൾ ആൾറെഡി പറഞ്ഞ കാര്യമാണ്. ഒരു ഫീൽഡ് ആണെങ്കിൽ എന്താണ്, ഒരു ഫീൽഡ് കണ്ടെയ്ൻസ് നോ പ്രോപ്പർ നോൺ ട്രിവിയൽ ഐഡിയൽസ് ആൾറെഡി പ്രൂവ് ചെയ്തു അല്ലേ. ഫീൽഡിൻ്റെ എല്ലാ ഐഡിയൽസും ആരായിരിക്കും, ഒന്നെങ്കിൽ സിംഗിൾട്ടൺ 0 ആയിരിക്കും അല്ലെങ്കിൽ എഫ് ആണെന്നുള്ളത് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. തിരിച്ചെന്താ കാണിക്കാൻ ഉദ്ദേശിക്കണേ, ഒരു ഫീൽഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു റിങ്ങിന് 2 ഐഡിയലേ ഉള്ളൂ വെച്ചാൽ അതെന്തായിരിക്കും എന്ന് പറയണത്, ഫീൽഡാണെന്നാണ് പ്രൂവ് ചെയ്യണത്. സപ്പോസ് കോൺവേഴ്സ്ലി ഇഫ് എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ഹാസ് നോ പ്രോപ്പർ നോൺ ട്രിവിയൽ ഐഡിയൽസ്, ഓക്കെ, ദെൻ എന്തായി കിട്ടി ഓട്ടോമാറ്റിക്കലി, അതായത് സിംഗിൾട്ടൺ 0നെ കണ്ടെയ്നേക്കാളും വലുതായിട്ട് ഒരു n സബ്സെറ്റ് ഓഫ് M എന്നുള്ള രീതിയിൽ R സബ്സെറ്റ് ഓഫ് ദ റിംഗ് R എന്നുള്ള രീതിയിൽ എനിക്കൊരു ഐഡിയൽ n കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം എന്താ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, അസ്യൂം ദാറ്റ് ഇറ്റ് ഹാസ് നോ പ്രോപ്പർ നോൺ ട്രിവിയൽ ഐഡിയൽസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായി മാറി, സിംഗിൾട്ടൺ 0 എന്ന് പറയുന്നത് എന്തായി മാറും, മാക്സിമൽ ഐഡിയലായി മാറും. സിംഗിൾട്ടൺ 0 മാക്സിമൽ ഐഡിയൽ ആയാൽ എന്ത് കിട്ടും, ആ റിങ് ഏത് റിങ്ങാണോ എടുക്കണേ ആ റിങ് കോഷ്യൻ്റ് സിംഗിൾട്ടൺ 0 എന്ന് പറയുന്നത് ഒരു ഫാക്ടർ റിംഗ് ആയി മാറും. ആ ഫാക്ടർ റിംഗ് ആരോട് ഐസോമോർഫിക് ആയിരിക്കും, ആറിനോട് തന്നെ ഐസോമോർഫിക് ആയിരിക്കും അല്ലേ. സിംഗിൾട്ടൺ 0 മാക്സിമൽ ഐഡിയലാണ് ഇവിടെ, അതുകൊണ്ട് R ബൈ സിംഗിൾട്ടൺ 0 ബൈ തിയറം പ്രകാരം എന്തായിരിക്കണം, ഒരു ഫീൽഡ് ആയിരിക്കണം അല്ലേ. ദാറ്റ് ഈസ് R ഈസ് എ ഫീൽഡായി മാറും. ഓക്കെ, ഇറ്റ്സ് മാക്സിമൽ ഐഡിയൽ, ദെൻ R ബൈ സിംഗിൾട്ടൺ 0 ഈസ് ഐസോമോർഫിക് ടു R, ദെൻ ബൈ തിയറം ഇറ്റ് ഈസ് എ ഫീൽഡ്. ഓക്കെ, ഇനി എന്താ പറയണത്, we now turn to the question of characterizing. For a commutative ring R with unity, the ideals n not equal to R such that R by n is an integral domain. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്, എപ്പോഴാണ് ഒരു ഐഡിയൽ എടുത്തു കഴിഞ്ഞാൽ
ആ ഐഡിയൽ വെച്ച് കോഷ്യൻ്റ് ചെയ്യണ ഫാക്ടർ റിങ് ഇൻ്റഗ്രൽ ഡൊമൈൻ ആവണത് എന്നാണ് ചോദിക്കണത്. ഓക്കെ, ഫീൽഡ് ആവുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു. എം മാക്സിമൽ ഐഡിയൽ ആകുമ്പോൾ എപ്പോഴാണ് ഇൻ്റഗ്രൽ ഡൊമൈൻ ആവുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സോ നമ്മളതിൻ്റെ ഉത്തരം പറയാൻ വേണ്ടി ഈ രൂപത്തിലാക്കുന്നു. a plus n into b plus n equal to n implies that either a plus n equal to n or b plus n equal to n. അതായത് എന്താ പറയണത്, നമ്മൾ പറഞ്ഞ എന്താണെന്നുള്ളത് ശ്രദ്ധിക്കുക. നമുക്ക് വേണ്ടത് എന്താ, നമുക്ക് n എന്ന് പറഞ്ഞൊരു ഐഡിയൽ എടുത്തു, അല്ലേ, r എന്ന് പറഞ്ഞ റിങ്ങിൻ്റെ ഐഡിയൽ എടുത്തു. n ഈസ് എൻ ഐഡിയൽ. n ഐഡിയൽ ആയതുകൊണ്ട് ആരുണ്ടാക്കാം, ദ കോഷ്യൻ റിങ് r കോഷ്യൻ n ഉണ്ടാക്കാൻ പറ്റും, അല്ലേ. ഈ r കോഷ്യനിലെ എലമെൻറ്റ്സ് എങ്ങനെ ഇരിക്കുക, സെറ്റ് ഓഫ് ഓൾ a plus n such that a belongs to r ആയിട്ടാണ് ഇരിക്കുന്നത്, അല്ലേ. r by n ഈസ് ആൻ ഇൻ്റഗ്രൽ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ, r കോഷ്യൻ്റ് m ഇൻ്റഗ്രൽ ഡൊമൈനാന്ന് പറഞ്ഞ അർത്ഥം എന്താ, അതിൻ്റെ അർത്ഥം a plus n ഇൻറ്റു b plus n മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായിരിക്കണം, ഈക്വൽ ടു 0 plus n ഇംപ്ലൈസ് എന്ത് കിട്ടണം, a plus n ഈക്വൽ ടു 0 plus n or b plus n equal to 0 plus n. ഇൻ്റഗ്രൽ ഡൊമൈൻ്റെ ഡെഫിനിഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത്, അല്ലേ. ഇതിൻ്റെ അർത്ഥം എന്താ, പക്ഷേ a ബിലോങ്സ് ടു n, ഇതിൻ്റെ അർത്ഥം എന്താ, ഓർ b ബിലോങ്സ് ടു n, അല്ലേ. ദാറ്റ് ഈസ് ഡെഫിനിഷൻ ഏത് രൂപത്തിലോട്ടാണ് മാറണം. പക്ഷേ നമുക്ക് എന്താ അറിയാം, a പ്ലസ് n ഇൻറ്റു ബി പ്ലസ് എൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആരാ ശരിക്കേ, എ ബി പ്ലസ് n ആണ്, അല്ലേ. എല്ലാം കൂടി കൂട്ടി വായിച്ചാൽ എന്നെ എങ്ങനെ മാറ്റാം, നമുക്ക് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, നമ്മൾ തന്നിരിക്കുന്ന എ പ്ലസ് എൻ ഇൻറ്റു ബി പ്ലസ് എൻ ഈക്വൽ ടു ശരിക്കും എ ബി പ്ലസ് എൻ ആണ്. അതേ ഈക്വൽ ടു 0 പ്ലസ് എൻ എഴുതാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്, ഒന്നെങ്കിൽ എ ബിലോങ്സ് ടു എൻ ആയിരിക്കണം, അല്ലെങ്കിൽ ബി ബിലോങ്സ് ടു എൻ ആയിരിക്കണം. ദാറ്റ് ഈസ് എന്താ, അതിൻ്റെ അപ്പോൾ നമുക്ക് എല്ലാം സംക്ഷിപ്തമാക്കി നമുക്കിങ്ങനെ പറയാം, എ പ്ലസ് എൻ ഇൻറ്റു ബി പ്ലസ് എൻ ഈക്വൽ ടു ആരാ, എ ബി പ്ലസ് എൻ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു സി പ്രോ പ്ലസ് എൻ ആണെങ്കിൽ സിറ്റുവേഷൻ നമ്മൾ പറയണത്. ദാറ്റ് ഈസ് ഇതിൻ്റെ അർത്ഥം എന്താ, എ ബി പ്ലസ് എൻ ഈക്വൽ ടു 0 പ്ലസ് എൻ എന്ന് പറഞ്ഞ അർത്ഥം എ ബി ബിലോങ്സ് ടു എൻ ഇംപ്ലൈസ് എ ബിലോങ്സ് ടു എൻ ഓർ ബി ബിലോങ്സ് ടു എൻ എന്നാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്, അല്ല. നമുക്ക് കിട്ടിയത് ഇയാൾ 0 പ്ലസ് എൻ ആവണമെങ്കിൽ ഒന്നെങ്കിൽ എ ബിലോങ്സ് ടു എൻ ആവണം, ഓർ ബി ബിലോങ്സ് ടു എൻ ആവണം എന്നാണ് കിട്ടിയത്. ദാറ്റ് മീൻസ് എ ബി ബിലോങ്സ് ടു എൻ ആവണമെങ്കിൽ എ ബിലോങ്സ് ടു എൻ ഓർ ബി ബിലോങ്സ് ടു എൻ ആവണം. ഇങ്ങനത്തെ ഐഡിയലിനെ വിളിക്കുന്ന പേരാണ് നമ്മളെന്ത്, പ്രൈം ഐഡിയൽ. ഓക്കെ, അതായത് ഒരാൾ പ്രൈം ഐഡിയൽ ആവണമെങ്കിൽ, പി ഈസ് എ പ്രൈം ഐഡിയൽ ഓഫ് ആർ ആവണമെങ്കിൽ എ ബി ബിലോങ്സ് ടു പി ഇംപ്ലൈസ് എ ബിലോങ്സ് ടു പി ഓർ പി ബിലോങ്സ് ടു പി. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2z എല്ലാ ആൾക്കാരും എങ്ങനെ ഇരിക്കുക, സം 2n എലമെൻറ്റ് ഓഫ് z ആയിട്ടാണ് ഇരിക്കുക, അല്ലേ. സോ ഏത് രണ്ട് എലമെൻ്റ് എടുത്താലും എന്ത് പറയാൻ പറ്റും, ഒരു പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, സം 2n ഇൻറ്റു 2m മൾട്ടിപ്ലൈ ചെയ്താലേ മാറും, 4nm ആയി മാറും, അല്ലേ. ഈ 4nm ആയതുകൊണ്ട് ഉറപ്പായിട്ടും നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ 2zൻ്റെ കേസിൽ അല്ലെങ്കിൽ 2zൻ്റെ കേസിൽ ഇത്രയൊന്നും. ഓക്കെ, ഇങ്ങനെ പറയുന്നതിനേക്കാളും നമുക്ക് നമ്മുടെ തിയറം യൂസ് ചെയ്തിട്ട് നമ്മുടെ തിയറം ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അത് വെച്ച് ബാക്കി പറയാം. ഓക്കെ, നോക്കട്ടെ. നോക്കുക, ഓൾ ഐഡിയൽസ് ഓഫ് z ആർ ഓഫ് ദ ഫോം എന്താണ്, nz ആണെന്ന് അറിയാം, അല്ലേ. ഇഫ് n ഈക്വൽ ടു 0 എന്താണ്, nz എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾട്ടൺ 0 ആണ്. സോ സെറ്റ് കോഷ്യൻ സിംഗിൾട്ടൺ 0 എന്ന് പറഞ്ഞാൽ ആരാണ്, z ആണ്, അല്ലേ. അതൊരു ഇൻ്റഗ്രൽ ഡൊമൈൻ ആണ്. അപ്പോൾ അവിടെ നിന്ന് എന്താ കിട്ടി, സിംഗിൾട്ടൺ 0 എന്ന് പറയണത് കോഷ്യൻ ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ ഡൊമൈനാണ് കിട്ടുന്നത്, കിട്ടി, അല്ലേ. ഇൻ സെറ്റ് കോഷ്യൻ nz എടുത്താൽ zn കിട്ടും. zn ഈസ് ആൻ ഇൻ്റഗ്രൽ ഡൊമൈൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് n ഈസ് എ പ്രൈം നമ്പർ നമുക്കറിയാം, അല്ലേ. ദാറ്റ് ഈസ് എന്തായിരിക്കണത്, pz ആയിരിക്കണം,
അല്ലേ? ദാറ്റ് ഈസ് n ഈക്വൽ ടു പ്രൈം നമ്പർ ആയിരിക്കണം. പക്ഷേ സെഡ് ഓർ പി സെഡ് എക്സാക്ട്ലി എന്താ ഒരു ഫീൽഡ് തന്നെയാണ്, ഇൻ്റഗ്രൽ ഡൊമൈനേക്കാളും കുറച്ച് കൂടുതലാണ്. സോ പി സെഡ് എന്താണ് മാക്സിമൽ ഐഡിയലാണെന്നും അറിയാം അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ആർ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആർ കോഷ്യൻ്റ് എം എന്താണെന്ന് അറിയാം നമുക്ക്, ഐസോമോർഫിക് ടു എ ഫീൽഡാണെന്ന് അറിയാം അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു കാര്യം ഉറപ്പായിട്ടും എല്ലാ മാക്സിമൽ ഐഡിയയിൽ വെച്ചിട്ട് കോഷ്യൻ്റ് ചെയ്താലും എന്ത് കിട്ടും നിങ്ങൾക്ക്? ഇൻ്റഗ്രൽ ഡൊമൈൻ കിട്ടും. കിട്ടുന്നത് ഫീൽഡാണ്. ആ ഫീൽഡ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഡൊമൈൻ ആണ്. എല്ലാ ഫീൽഡും എന്താണ്? ഇൻ്റഗ്രൽ ഡൊമൈൻ ആണ്. എങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യുക ഫീൽഡ് ഇൻ്റഗ്രൽ ഡൊമൈൻ ആണെന്ന്? എ ബി ഈക്വൽ ടു 0 ആണെങ്കിൽ, സപ്പോസ് എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഫീൽഡ് ആയതുകൊണ്ട് ആരുണ്ടാവും? എ ഇൻവേഴ്സ് എവിടെ ഉണ്ടാവും? എഫിൽ ഉണ്ടാവും. ദാറ്റ് ഈസ് എ ഇൻവേഴ്സ് ഇൻറ്റു എ ബി ഈക്വൽ ടു 0 ഇംപ്ലൈസ് എന്ത് കിട്ടും? ബി ഈക്വൽ ടു 0. സപ്പോസ് ബി ആണ് നോട്ട് ഈക്വൽ ടു 0 എങ്കിൽ എന്തുണ്ടാവും? ഓട്ടോമാറ്റിക്കലി ബി ഇൻവേഴ്സ് എ ബി ഇൻറ്റു ബി ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ഇൻറ്റു ബി ഇൻവേഴ്സ് ഈക്വൽ ടു എന്ത് കിട്ടും? എ ഈക്വൽ ടു 0. സോ എ ബി ഈക്വൽ ടു 0 ഇംപ്ലൈസ് ഒന്നെങ്കിൽ ബി ഈക്വൽ ടു 0 അല്ലെങ്കിൽ എ ഈക്വൽ ടു 0 അല്ലേ? സോ എല്ലാ ഫീൽഡും എന്താണ്? ഒരു ഇൻ്റഗ്രൽ ഡൊമൈൻ ആണെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന എല്ലാ മാക്സിമൽ ഐഡിയൽസും കോഷ്യൻ്റ് ചെയ്ത ഇൻ്റഗ്രൽ ഡൊമൈൻ ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ തൊട്ടുമുമ്പത്തെ ഡെഫിനിഷൻ പറഞ്ഞ പ്രകാരം അയാൾ എന്തായിരിക്കണം? പ്രൈം ഐഡിയൽ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. സോ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന കാര്യം എല്ലാ മാക്സിമൽ ഐഡിയൽസും പ്രൈം ഐഡിയൽസ് ആണ്. മാക്സിമൽ ഐഡിയൽസ് ആർ പ്രൈം ഐഡിയൽസ്. ഡെഫിനിഷൻ ഒന്നുകൂടി പറയുന്നു. എ റിംഗ് an ideal n not equal to r is a commutative ring R is a prime ideal if AB element of n implies that either A belongs to n or B belongs to n for all A, B element of R. ഓക്കെ, ഒരു എലമെൻറ്റ് n എടുത്താൽ അതിനകത്തുള്ള എലമെൻറ്റ്, അപ്പോൾ നേരത്തെ പറഞ്ഞ 2nൽ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല. നമ്മൾ 2z എടുക്കുമ്പോൾ 2z-നകത്തൊരു എലമെൻറ്റ് എടുക്കുന്നു, 2n എടുത്തു 2z നിന്ന്. ഈ 2n 2z ഉണ്ടെങ്കിൽ ഒന്നുകിൽ എന്ത് സംഭവിക്കണം? ഒന്നുകിൽ 2 ബിലോങ്സ് ടു 2z ആയിരിക്കണം ഓർ n ബിലോങ്സ് ടു 2z ആയിരിക്കണം. അപ്പോൾ ക്ലിയർലി ഏത് എലമെൻ്റ് എടുത്താലും നമുക്കെന്ത് പറയാൻ പറ്റും? അതിൻ്റെ ആ ഈവൻ പാർട്ട് എവിടെ ഉണ്ടാവും? ഉറപ്പായിട്ടും 2z ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് അല്ലേ? സോ 2z എന്താണ്? ഒരു പ്രൈം ഐഡിയലാണ്. ഓക്കെ, തൊട്ടും നമ്മൾ പറഞ്ഞാൽ ശ്രദ്ധിക്കുക. പക്ഷേ എല്ലാ മാക്സിമൽ ഐഡിയലും എന്താണ്? മാക്സിമൽ ഐഡിയൽ സാർ പ്രൈം ഐഡിയൽസ്. ഇവിടെ തന്നെ എന്ത് കിട്ടി? എല്ലാ മാക്സിമൽ ഐഡിയലും പ്രൈം ഐഡിയൽ ആയതുകൊണ്ട് എല്ലാ പി സെറ്റുകളും എന്തായി മാറി? എല്ലാ പി സെറ്റുകളും മാക്സിമലും ആണ് പ്രൈം ഐഡിയലും ആണ്. മാക്സിമലും ആണ് പ്രൈം ഐഡിയലും ആണ്. ഓക്കെ, ഇനിയും അപ്പോൾ സെറ്റിൻ്റെ പ്രൈം ഐഡിയൽസ് ആരൊക്കെയാണ്? സിംഗിൾട്ടൺ സീറോയും പി സെറ്റ് ഫോർമാറ്റിലുള്ള ആൾക്കാരാണ്. മാക്സിമൽ ഐഡിയൽസ് പി സെറ്റ് ആണ്. ഓക്കെ, എങ്ങനെയാണ് സിംഗിൾട്ടൺ സീറോ പ്രൈം ഐഡിയൽ ആയത്? സെഡ് കോഷ്യൻ്റ് സിംഗിൾട്ടൺ സീറോ എന്ന് പറഞ്ഞാൽ ഐസോമോർഫിക് ടു ആർ തന്നെയാണ്, സിംഗിൾട്ടൺ സെറ്റാണ്. അതൊരു ഇൻ്റഗ്രൽ ഡൊമൈൻ ആണ്. അപ്പം എന്തായി മാറും? സിംഗിൾട്ടൺ സീറോ പ്രൈം ഐഡിയൽ ആവും. ഇനി സിംഗിൾട്ടൺ സീറോവിനെ കളും വലുതായിട്ടുള്ള ഐഡിയൽസ് നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. 3 സെറ്റോ 4 സെറ്റോ 2 സെറ്റോ ഏത് സെറ്റ് വേണേൽ എടുക്കാം അല്ലേ? സബ്സെറ്റ് ഓഫ് സെറ്റായ രീതിയിൽ എടുക്കാം. ദാറ്റ് മീൻസ് സിംഗിൾട്ടൺ സീറോ എന്താവില്ല? മാക്സിമൽ ഐഡിയൽ ആവില്ല. അപ്പോൾ ഇവിടെ നിന്ന് കണ്ടു എല്ലാ മാക്സിമൽ ഐഡിയൽസും പ്രൈം ഐഡിയൽസ് ആണ്. എല്ലാ പ്രൈം ഐഡിയൽസും മാക്സിമൽ ഐഡിയൽ ആവണമെന്ന് നിർബന്ധം ഇല്ല. ഇവിടെ സിംഗിൾട്ടൺ സീറോൻ്റെ എക്സാമ്പിൾ തന്നെ കണ്ടു. ഓക്കെ, സോ പ്രൈം ഐഡിയൽ നീഡ് നോട്ട് ബി മാക്സിമൽ. ഇനി നമ്മളടുത്തൊരു തിയറം പറയും. ഇഫ് ആർ ഇസ് എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആർ ബൈ പി ഈസ്, ഇത് ആർ ഫാക്ടർ ഇൻ്റഗ്രൽ ഡൊമൈൻ
if and only if P is prime ideal. നേരത്തെ മാക്സിമൽ ഐഡിയലിൻ്റെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്താ വ്യത്യാസമുള്ള ആർ കോഷ്യൻ പി എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഡൊമൈൻ ആണ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് പി ഈസ് എ പ്രൈം ഐഡിയൽ. നമ്മൾ നേരത്തെ സെറ്റ് ക്രോസ് സിംഗിൾട്ടൺ 0 എടുത്തിട്ടുണ്ടായിരുന്നു. സെറ്റ് ക്രോസ് സിംഗിൾട്ടൺ 0 എടുത്തപ്പോൾ കോഷ്യൻ ചെയ്യുമ്പോൾ Z തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ദാറ്റ് മീൻസ് സെറ്റ് ക്രോസ് സിംഗിൾട്ടൺ 0 ഈസ് എ പ്രൈം ഐഡിയൽ ഓഫ് ആരാണ്? സെറ്റ് ക്രോസ് Z. Integral domain. Okay. So നമ്മൾ തിയറം പറയുന്നു, let R be a commutative ring with unity and n not equal to R be an ideal in R, then the R quotient n is an integral domain if and only if n is a prime ideal in R. അപ്പോൾ ജസ്റ്റ് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നോക്കുക. ഇത് പ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തിയറം വായിച്ചു കഴിഞ്ഞാൽ ഇവിടെ വരെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ സംഭവം ഒന്ന് പ്രൂവ് ചെയ്തിട്ട്, ഓക്കെ, എല്ലാവരും പ്രൂവ് ചെയ്തിട്ട് ഇടണമെന്ന് പറയുന്നില്ല. നിങ്ങൾ ഇൻഡിവിജ്വൽ നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്ത് ആരെങ്കിലും ഒരാൾ അതൊന്ന് എഴുതിയിട്ട് പ്രൂഫ് എഴുതിയിട്ട് എന്ത് ചെയ്യുക? ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ എനിക്ക് അയച്ചാലും മതി. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യം എവരി മാക്സിമൽ ഐഡിയലിനെ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആർ വിത്ത് യൂണിറ്റി ഈസ് എ പ്രൈം ഐഡിയൽ. എന്തുകൊണ്ടാണ്? എം മാക്സിമലാണെങ്കിൽ ആർ ബൈ എം എന്തായി മാറും? ഫീൽഡായി മാറും. ഫീൽഡ് ആയാൽ എന്തായി മാറും? അത് ഇൻ്റഗ്രൽ ഡൊമൈൻ ആവും. അതുകൊണ്ട് എല്ലാ എമ്മും എന്തായിരിക്കും? പ്രൈം ഐഡിയൽ ആവും. ഓക്കെ, സോ മാക്സിമൽ ഐഡിയലെല്ലാം പ്രൈം ഐഡിയലാണ്. എല്ലാ പ്രൈം ഐഡിയലും എന്തല്ല? മാക്സിമൽ ഐഡിയലല്ല. ഇവിടെ പറഞ്ഞ സംക്ഷിപ്തമാക്കുകയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. എന്താണ്? ഫോർ എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആണെങ്കിൽ ആൻ ഐഡിയൽ എം ഓഫ് ആർ ഈസ് മാക്സിമൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആർ ബൈ എം ഈസ് എ ഫീൽഡ്. 2. An ideal n of R is prime if and only if R quotient M is an integral domain. 3. Every maximal ideal of R is a prime ideal. Okay.